ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ അറസ്റ്റോടെ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് CPM. പ്രശാന്തിന് പിന്നാലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അറസ്റ്റ് ഭയക്കുന്നുണ്ട്. അതിനാൽ തന്നെ വിഷയത്തിൽ മൗനം പാലിക്കാനാണ് CPM നേതൃത്വത്തിന്റെ തീരുമാനം. തികച്ചും രാഷ്ട്രീയ പ്രേരിതവും തന്നെ കുടുക്കിയതാണെന്നും പറഞ്ഞ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിക്കുമ്പോൾ കാര്യങ്ങൾ കൈവിട്ട മട്ടിലാണ് CPMന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിലായതോടെ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് CPM. മുതിർന്ന നേതാക്കൾ പ്രശാന്തിനെ കൈവിട്ടതിന് പിന്നാലെ അറസ്റ്റ് ഭയന്നിരിക്കുകയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും. കഴിഞ്ഞ ദിവസത്തെ പ്രശാന്തിന്റെ അറസ്റ്റിന് പിന്നാലെ മൗനത്തിലായിരിക്കുകയാണ് മുതിർന്ന നേതാക്കൾ. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ PS പ്രശാന്തിന് കൃത്യമായ പങ്കുണ്ടെന്ന റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കി സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്കെതിരെ ഗുരുതര കണ്ടെത്തലും റിപ്പോർട്ടിലുണ്ട്. ദേവസ്വം ബോർഡ് മുൻ അധികൃതരുൾപ്പെടെയുള്ളവർ ചട്ടങ്ങൾ ലംഘിച്ച് വ്യാജരേഖകൾ ചമച്ചും ഗൂഢാലോചന നടത്തിയും കൃത്രിമം കാട്ടിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. PS പ്രശാന്തും A അജികുമാറും ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കി സ്വർണം പൂശുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസിലെ മറ്റു പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി എന്നിവരെ സഹായിക്കുന്നതിനായി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് വ്യാജരേഖകൾ ചമയ്ക്കുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ക്ഷേത്ര മുതലുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് മുൻപ് ഹൈക്കോടതിയെ അറിയിക്കണമെന്ന കർശന നിർദ്ദേശം PS പ്രശാന്ത് ബോധപൂർവം അവഗണിച്ചതായും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ജനം, തിരുവനന്തപുരം.